ഗൈസ്, അപ്പോൾ നിങ്ങൾ വയനാട് വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ചെമ്പ്ര പീക്ക് എന്ന് പറയുന്നത്. ഞങ്ങൾ ചെമ്പ്ര പീക്കിൻ്റെ മണ്ടയിൽ വരെയൊന്നും പോകുന്നില്ല. എന്നാൽ തന്നെ നിങ്ങളൊന്ന് നോക്കിയേ, ഈ ചെമ്പ്ര പീക്കിലേക്ക് പോകുന്ന വഴി എത്ര മനോഹരമാണ് കാണാനെന്ന്. രണ്ട് വശത്തും തേയിലത്തോട്ടങ്ങളോട് കൂടിയിട്ട് അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ റോഡാട്ടോ. എന്താ പറയുക, ഒരു വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് പോകാനൊക്കെ കുറച്ച് പാടാണ്. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ട് അങ്ങ് ചെന്ന് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ അടിപൊളി സീനാട്ടോ. സീനറിയാണ് കേട്ടോ, സീനല്ല സീനറിയാണ് കേട്ടോ. അങ്ങനെ ഞാനിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് ഇച്ചായിക്കൊന്ന് ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളേ. അപ്പോൾ ഇച്ചായി പറഞ്ഞാൽ നമുക്കൊന്ന് ചെമ്പ്ര പീക്കിൻ്റെ ആ റോഡിനൊക്കെ ഒന്ന് പോയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്താലോ എന്ന്. പിന്നെ നോക്കുമ്പോൾ മഴയൊക്കെ ആയിട്ട് പിന്നെ മടിയൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ പോകണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ ഇന്ന് ലോകം കാണാൻ വേണ്ടിയിട്ടൊരു ടിക്കറ്റും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം പിന്നെ വിചാരിച്ചു എന്തായാലും പോയേക്കാം. പോകുന്ന വഴിക്ക് കുറച്ച് നേരത്തെ പോകണമെന്നല്ലേ ഉള്ളൂ. കുറച്ച് നേരത്തെ പോയിട്ടേ കുറച്ച് സീനറിയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഈ വഴിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കാണാൻ? നല്ല പച്ചപ്പ് ഹരിതാപം അല്ലേ? ഇഷ്ടമായോ? എന്തായാലും നിങ്ങൾ വയനാട്ടിൽ വരുവാണെങ്കിൽ ചെമ്പ്ര പീക്കിലും കൂടെ പോകണം കേട്ടോ. എനിക്ക് ഏതായാലും നടക്കാനൊന്നും വയ്യ, വണ്ടി പോകുന്നിടത്തോളം വരെ കുറച്ച് ദൂരമൊക്കെ നമുക്ക് പോകാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വണ്ടിയിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണേ. പിന്നെ ഞങ്ങൾക്ക് 7 മണിക്കാണ് ലോക കാണാനുള്ള ടിക്കറ്റ്. അപ്പം നല്ല റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ എന്തായാലും കാണണം തന്നെ പ്ലാനാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് തിരിച്ചിറങ്ങണം. ഇപ്പം തന്നെ സമയം വൈകി, 5 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കാണുമ്പോൾ ഒരു നല്ല എന്താ പറയുക, നാട്ടിൻപുറം നല്ല ഭംഗിയില്ലേ? കണ്ടോ അരുവി, എന്തോ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ്. ഇപ്പം ഇങ്ങനെയുള്ള നാട്ടിൻപുറങ്ങളൊക്കെ കാണാനും തന്നെ ഭയങ്കര പാടല്ലേ. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു എന്താ പറയുക, മനസ്സിനൊക്കെ ഒരു സന്തോഷം തോന്നുന്നില്ലേ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് മടുത്ത് വന്നതായിരുന്നു. ഓണമായിരുന്നില്ലേ, ഓണത്തിന് ലീവോ കിട്ടിയില്ല. എന്നാൽ പിന്നെ ഈവനിങ്ങിലെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും കറങ്ങാൻ ഇറങ്ങിയ സ്ഥലം കൊള്ളാം. അങ്ങനെ ഞങ്ങളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇത് കണ്ടോ, താഴോട്ട് നോക്കുമ്പോൾ മേപ്പാടി ടൗണും എല്ലാം കാണാം കേട്ടോ. ആ കാണുന്നതൊക്കെ കണ്ടോ, റോഡ് പുഴയൊക്കെ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വണ്ടിയൊക്കെ ഇതാണ്ട് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇച്ച എന്നിട്ട് പുറത്ത് ഇങ്ങനെ നോക്കുന്നേരം ഞാനാ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് പിന്നെ എന്നെ കാണത്തില്ല കേട്ടോ. ഇങ്ങനെ ഞങ്ങൾ കഥയൊക്കെ പറഞ്ഞ് അതിലെ ഫോട്ടോയൊക്കെ എടുത്ത് നിന്നപ്പോഴേ നോക്കുമ്പോൾ സമയം പോയി. നോക്കുമ്പോൾ ഇത് 6 മണി കഴിഞ്ഞു. ഓ മൈ ഗോഡ്, 6:15 ആയി. അപ്പോൾ നോക്കുമ്പോൾ വണ്ടി തിരിക്കാൻ യാതൊരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ കുറേ മുകളിലോട്ട് പോയി. അങ്ങനെ വണ്ടിയൊക്കെ തിരിച്ചിറങ്ങിപ്പോന്നു കേട്ടോ. അപ്പോഴേക്ക് സന്ധ്യയായി. 100 വിട്ട്. ഇതാ കൽപ്പറ്റ എത്താനായി കേട്ടോ. ഇതുള്ളത് നമ്മുടെ കൽപ്പറ്റ ടൗണിലേക്ക് കയറാൻ പോവാണ്. അതാ കാണുന്നതാണ് നമ്മുടെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റില്ലേ, നെസ്റ്റോ. ഇത് കണ്ടോ, ഇതാ നെസ്റ്റോ. ടൗണിലൊക്കെ ഫുള്ള് ഇരുട്ടായി. കടകളൊക്കെ ഇന്ന് വളരെ കുറവാണ്. ഇന്ന് തിരുവോണമായത് കാരണം കടകളൊക്കെ കുറവാണേ. എന്നാലും കുറച്ച് കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയൊന്നും വലിയ ട്രാഫിക് ബ്ലോക്കൊന്നും കണ്ടില്ല. അപ്പം ഞങ്ങളോർത്ത് കുഴപ്പമില്ല, ഇതിപ്പോൾ 7 മണി ആവാൻ പോവുകയാണ്. 6:55 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളോർത്ത് എന്നാലും വലിയ തിരക്കൊന്നുമില്ലല്ലോ, എന്തായാലും എത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് ഉള്ളിൽ കയറാമെന്നാണ് ആദ്യം വിചാരിച്ചത്, കഴിക്കാനേ. അപ്പോൾ ദാണ്ടേ കിടക്കുന്നു ബ്ലോക്ക് എന്ന് വെച്ചാൽ എന്നാ പറയണ്ടേ, ഭയങ്കര ബ്ലോക്കായിപ്പോയി. അങ്ങനെ കുറേ നേരം കുടുങ്ങി ബ്ലോക്കിൽ നിന്നൊക്കെ ഒഴിവായി തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ അതാടാ പാർക്കിങ് കംപ്ലീറ്റായി, ഫുള്ളായി. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞു, മലബാർ ഫർണിച്ചറിൻ്റെ അങ്ങോട്ടേക്ക് കയറ്റിയിട്ടോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോകുമെന്നൊക്കെ ഓർത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണേ. അങ്ങനെ ഓരോരോ വണ്ടി ഒഴിവാകുന്നതിനനുസരിച്ച് ഞങ്ങൾ പോയി. എന്തായാലും അവിടെ മലബാർ ഫർണിച്ചറിൻ്റെ ആ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്ഥലം എന്തായാലും ഒഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു, നമ്മുടെ ഭാഗ്യത്തിന്. എന്തായാലും അവിടെ പോയിട്ട് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത്, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ട് പതുക്കെ തിരിച്ച് നടന്നാണ് കേട്ടോ വന്നത് തിയേറ്ററിലേക്ക്. ഫുള്ള് ആൾക്കാരായിരുന്നു. എൻ്റെ അമ്മോ എന്തൊരു തിരക്കായിരുന്നു കണ്ടോ. ഫുള്ള് പാർക്കിങ്ങൊക്കെ കംപ്ലീറ്റായി. അങ്ങനെ ഞങ്ങൾ വേഗം, സിനിമ ഇപ്പോൾ തുടങ്ങുമല്ലോ, 7 മണിയായി ഇപ്പോൾ ടൈം കേട്ടോ. വേഗം വെച്ചാൽ ഓടിപ്പോയിട്ട് ടിക്കറ്റ് ഞങ്ങൾ ആദ്യം ബുക്ക് ചെയ്തായിരുന്നു ഓൺലൈന്. അപ്പോൾ വേഗം അത് സ്കാൻ ചെയ്ത് ഇതൊക്കെ എടുത്ത് ലോക ഫിലിം കാണാൻ വേണ്ടി ഞങ്ങളങ്ങനെ കയറി കേട്ടോ. സിനിമ ഒരു രക്ഷയില്ല ഗൈസ്, അടിപൊളിയാണ്. കല്യാണി തിമിർത്ത്
അയ്യോ വിഷ്വൽ എഫക്റ്റ്, സൗണ്ട് എഫക്റ്റ് എല്ലാം അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്നാ പറയണ്ടേ, അടിപൊളിയാണ്. കല്യാണിയുടെ ഫൈറ്റൊക്കെ എന്താ, ഒരു രക്ഷയില്ല. കല്യാണിയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച ആ കുട്ടി അടിപൊളി. എന്തായാലും സിനിമ കഴിഞ്ഞു, ഞങ്ങൾ തിരിച്ചിറങ്ങുക. ബൈ.